ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബട്ടർ പേപ്പറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബട്ടർ പേപ്പർ എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് ഒത്തിരി പേർക്കൊക്കെ അറിയുണ്ടാവും. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. കാരണം ഒരുപാട് ഡൗട്ട് വരാറുണ്ട്, ബട്ടർ പേപ്പർ ഇല്ല അപ്പോൾ എന്താ ചെയ്യുകയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ബട്ടർ പേപ്പർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ A4 സൈസ് പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു A4 സൈസ് പേപ്പർ എന്തായാലും എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ. അപ്പോൾ അതൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 എണ്ണം ഒരുമിച്ച് നമുക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ വേണം. ഓയിൽ അല്ലെങ്കിൽ നമുക്ക് ബട്ടർ എടുക്കാം കേട്ടോ. പിന്നെ ഓയിൽ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ സോയാബീൻ ഓയിലോ അങ്ങനെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കുക. എന്നിട്ട് ഈ ഒരു എണ്ണ നമ്മൾ ഈ ഒരു പേപ്പറിലേക്ക് നന്നായിട്ട് തൂത്ത് കൊടുക്കണം. അപ്പോൾ 2 പേപ്പർ ഇപ്പോൾ ഒരുമിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ മേലത്തെ പേപ്പറിൽ നന്നായിട്ട് എണ്ണ തേക്കുമ്പോൾ താഴത്തേലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നോളും. അപ്പോൾ മുകളിൽ നന്നായിട്ട് എണ്ണ ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. തേച്ച് കൊടുത്തിട്ട് ഒരു കുറച്ച് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ താഴത്തെ ഷീറ്റിലേക്കും എണ്ണയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് പേപ്പർ ഇതുപോലെ കുറച്ചൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഒന്ന് തൂത്ത് കൊടുക്കണം ആ ഒരു എണ്ണ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇതുപോലത്തെ ടിഷ്യൂ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ ഒരു തുണി എടുത്താലും മതി കേട്ടോ. അത് വെച്ചിട്ട് എണ്ണ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ഇതുപോലെ പേപ്പറിലേക്ക് നന്നായിട്ട് ഇറങ്ങിയ ശേഷം മാത്രം ഇതുപോലെ തുടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് തുടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ അതേപോലെ തന്നെ ബട്ടർ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ബട്ടർ പേപ്പർ കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ റോളായിട്ടാണ് വാങ്ങാൻ കിട്ടുക. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു തിന്നായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെയാണ് ഉള്ളത്. പക്ഷേ ഈ ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്തതും അതേപോലെ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്ക് ഏത് കേക്ക് ടിന്നാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ അതൊന്ന് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ റെഡ് ബി കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേക്കിനൊക്കെ ബട്ടർ പേപ്പർ അത്യാവശ്യമാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഓരോ തവണയും പാത്രമൊക്കെ കഴുകേണ്ടി വരും. അതുപോലെ അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുക കേട്ടോ ആ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കേക്ക് ടിന്നിൽ വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതുപോലെ ഇത് റോൾ ചെയ്തിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ ബട്ടർ പേപ്പർ പോലെ തന്നെ എടുത്ത് വെക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്യും. പിന്നെ ആരും ബട്ടർ പേപ്പർ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്